ഹലോ ഗേസ്, എല്ലാവർക്കും മിസ്റ്റർ ഗെയിം മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം ബസ് സിമുലേറ്റർ കേരളയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം കുറേ നാൾക്ക് ശേഷമാണ് നമ്മളിപ്പം വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം നമ്മൾ ഫോണൊക്കെ ജസ്റ്റ് ഒന്ന് ചീത്തയായി, ഇപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ബസ് സിമുലേറ്റർ ഗെയിമാണ്. നമ്മുടെ ബസ്സാണ് BSK ഹോളിഡേയ്സ്. അപ്പം നമ്മളെ ഈ വണ്ടിയുടെ പേര് എഡിഷൻ നെയിം എന്താണെന്ന് ഫോക്സി എന്നാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഡെയിലി ട്രിപ്പ് ഉണ്ട്. നമുക്ക് പെരുമ്പാവൂർ ടു കോതമംഗലം ടു അവിടുത്തെ അങ്ങോട്ടാണ് നമുക്ക് ട്രിപ്പ് എടുക്കാൻ പോകേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാരേജ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ വീട്. ഇവിടെയാണ് നമ്മൾ ബസ്സൊക്കെ ഇടുന്നത്. നമുക്ക് 3 ബസ്സുണ്ട്. ഏഞ്ചലും പിന്നെ ചെകുത്താനും ഉണ്ട്. ഇത് മൂന്നും പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ, അത് രണ്ടും. പിന്നെ നമുക്ക് ടൂറിസ്റ്റ് ബസ് ഇല്ല, നമ്മൾ എടുക്കും. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറാൻ കേസ്. ഞാൻ നമ്മൾ കാണിക്കാൻ വേണ്ടി ഒന്ന് ഇട്ടതാണ്. കണ്ടോ, സൈഡ് നല്ല ഗ്രാഫൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വഴിയെന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു വഴിയാണ്, ചെറിയൊരു വഴിയാണ്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് കണ്ടക്ടറായിട്ട് നമ്മുടെ അക്കു ഉണ്ട്. അക്കുവിന് പിന്നെ അപ്പോൾ നമ്മൾ വീഡിയോയിലും കാര്യങ്ങളും അങ്ങനെ വരുത്തില്ല. അവൻ അങ്ങനെ വീഡിയോക്കകത്തൊന്നും അങ്ങനെ വരാൻ അവന് ഇഷ്ടമല്ല. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ പെരുമ്പാവൂരാണ് നമ്മളെ വണ്ടി ഗ്യാരേജ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ പെരുമ്പാവൂർ മുക്കാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് കോതമംഗലം ടു പെരുമ്പാവൂരാണ് നമ്മൾ ട്രിപ്പും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പം ട്രിപ്പ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ മാസം എങ്ങനെയും 100 സബ്സ്ക്രൈബേഴ്സ് ഒപ്പിക്കണം. ലൈക്ക് ചെയ്യുക. നമ്മൾ മാക്സിമം ലൈക്ക് എന്ന് പറയുന്നത് 50 ലൈക്കാണ്. നമ്മൾ ഇൻസ്റ്റാ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതാണ് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്ര ബസ് വന്നതെന്ന് അറിയാൻ വയ്യ. അപ്പോൾ അതൊക്കെയാണ് ദിവസം അങ്ങനെ കുലുക്കുള്ള റോഡാണ്. ഇവിടെ ഭയങ്കര പാടാണ് കേട്ടോ, വണ്ടി കയറ്റാൻ ഭയങ്കര പാടാണ്. സോ ഇവിടെ ഇപ്പം അങ്ങനെ അത്യാവശ്യം തിരക്കുണ്ട്. നമ്മുടെ കുറച്ച് ബസ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്താണ് കൊടുക്കേണ്ടത്. ട്രിപ്പ് തുടങ്ങിയിട്ട് കുറേ നേരം ആയില്ലെന്ന് തോന്നി. മരിപ്പം എടുത്തേ ഉള്ളെന്ന് തോന്നി കേട്ടോ. ഈ സമയം ട്രിപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ടക്ടറായിട്ട് ആർക്കാം, നമ്മൾ അക്കു തന്നെയാണ് നമ്മുടെ കണ്ടക്ടർ. കണ്ടക്ടറല്ല, കിളി എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. സോ ഞാൻ ഡോറ് നമ്മുടെ പഴയ വണ്ടി ഡോറെന്ന് പറഞ്ഞാൽ അല്ലാത്ത ഡോറാണ്. ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഡോർ വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പഴയ ഡോറിനെക്കാട്ടും നല്ലത് ഓട്ടോമാറ്റിക് ഡോറാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് മെനക്കേടാണ്, ചുമ്മാ ആൾക്കാർ കയറുമ്പോൾ കുത്തിയിരിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോഴേ ഡോറ് തുറന്നിട്ടിരിക്കും, അപ്പോൾ ആൾക്കാർ കയറട്ട് എന്നുള്ള രീതിയിലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് മുക്കെത്താറായി കേട്ടോ. നമ്മൾ ഫസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ഈ മുക്കിൻ്റെ നമ്മളെ ചിഞ്ചൽ മുക്കാണ്. ചിഞ്ചൽ മുക്കാണ്. ചിറക്കാൻ നല്ല കിട്ടില്ലോട്ട്. ബാക്കിൽ ചുമന്ന കാറ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വണ്ടി സൈഡിലോട്ട് ഒതുക്കിയിട്ട് അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല. അപ്പം വേണ്ടത് അവൻ പോകുന്ന പോക്കൊക്കെ നോക്കിയാൽ വാൻകാരൻ തപ്പടാ. വേണ്ട, നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോവാണെങ്കിൽ നമ്മളൊരു ബസ് വരുന്നുണ്ട്. ആരുടെ ഇത്? നമ്മൾ പഴയൊരു ബസ് കേട്ടോ. അതിൻ്റെ ഗ്രാഫൊക്കെ ഉണ്ട്. കണ്ട നമ്മൾ അടുത്ത സ്റ്റോപ്പിലൊത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് കോതമംഗലം എത്തിയിട്ട് കാണണമെന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് ഡ്രൈവിംഗ് വിത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ കോതമംഗലം എത്തിയിട്ട് കേസ് നമുക്ക് കാണാം. കേസാണ് നമ്മൾ ഏകദേശം കോതമംഗലം എത്താറായിട്ടില്ല. നമ്മൾ ഈ സിഗ്നലൊക്കെ കടക്കണം. സോ നമുക്ക് സിഗ്നൽ വന്നിട്ടുണ്ട്. എങ്ങനെ സിഗ്നൽ കടക്കണമെന്നാണ് എൻ്റെ ഇതാണ് നമ്മൾ വണ്ടിയുടെ ഫുൾ ആവും. അയ്യോ കേസ്, റെഡ് സിഗ്നൽ ആയടെ. ഇപ്പോൾ കേസ് റെഡ് സിഗ്നൽ കഴിഞ്ഞിട്ട് കാണാം കേസ്. ഇത് കുറേ സമയം എടുക്കും ഇനി. പല കേസ് നമ്മൾ ഏകദേശം ഇപ്പോൾ കോതമംഗലം എത്താറായിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടോ, നല്ല രീതിക്കുള്ള കുലുക്കുള്ള റോഡാണ് കേസ്. കണ്ടോ, നമ്മൾ റോഡിൽ കൂടെ ഒന്നും അല്ല പോകുന്നത്. കേസ് എന്തിനും വളം അതാണ്ട ഇടിച്ചിടിച്ച് കേസ്. ഞാൻ പറഞ്ഞതാണ് കേസ്. സത്യം പറഞ്ഞാൽ വണ്ടി ഓട്ടിക്കാൻ ഭയങ്കര പാടാണ്. കാരണം
ഈ സ്ഥലം സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് ടഫാണ് ഓട്ടിക്കാൻ വണ്ടിയൊക്കെ. ഇപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഇത് എന്താണ്ട് വളവുമുക്കം എന്നാണ് ഈ സ്റ്റോപ്പിൻ്റെ പേര്. സത്യമാണ്, കറക്റ്റ് വളവുമുക്കാണ്. ഓ ഗേസ്, നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഗേസ് അടുത്ത വണ്ടി ഓവർടേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഇതിനെന്തായാലും ഓവർടേക്കിങ് ഗേസ്. ഓ ഗേസ്, ഈ കാറുകാരൻ നേരത്തോടെ പോയാർക്കാ. സോ ഈ 3 വണ്ടീനെയാണ് നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ളത്. ചെയ്യൂടാ, ഓവർടേക്ക് എന്തായാലും നമ്മൾ ചെയ്തിരിക്കും. കാരണം നമ്മളെയാണ് അവന്മാർ ഓവർടേക്ക് ചെയ്ത് പോയിട്ടുള്ളൂ. അയ്യോ ഗേസ്, അത് റോഡിൽ കൂടെ ഞാൻ വണ്ടി ഓട്ടിക്കട്ടെ. നമ്മൾ റോഡിൽ കൂടെ ഒന്നും അല്ല ഗേസ് വണ്ടി ഓട്ടിക്കുന്നത്. ഓ സ്റ്റോപ്പ്. പിന്നെ ഗേസ് നമ്മൾ സ്റ്റോപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ സൈലൻ്റായിട്ട് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അടിച്ചിട്ട് പോവാൻ ചത്ത് പോകൂടാ. ആ സ്പീഡിൽ പോയാൽ അതോ പോകുന്ന പോക്കൊക്കെ കണ്ട. ഗേസ് ട്രാവലിന് പണിയിട്ട് നമ്മളിവിടെ ഇടയ്ക്ക് കയറാൻ വന്നേ കേട്ടാ. അപ്പം നമ്മൾ ഏകദേശം ഉണ്ട്, ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇത്. ഇതുകൊണ്ട് ബസ് സ്റ്റാൻഡ് ഏകദേശം എത്താറായിട്ടുണ്ട്. ഗേസ് നമുക്ക് ഒരു വണ്ടി ഇങ്ങനെ ഓവർടേക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഗേസ് നമുക്ക് ഇങ്ങനെ ഓവർടേക്ക് ചെയ്താലേ. ഒരുവന്തിരി പോക്കടാ ഗേസ്. ആ പെട്ടിയോ പിക്കപ്പ് പോകുന്ന പോക്ക് ഗേസ് അവൻ ഇടിച്ച് കയറിപ്പിച്ചിട്ടുണ്ട് കേട്ടാ. സോ ഏകദേശം നമ്മൾ ബസ് സ്റ്റാൻഡ് എത്താറായിട്ടുണ്ട്. നമ്മൾ ബസ് സ്റ്റാൻഡ് കണ്ട് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇങ്ങോട്ട് കയറണം ഗേസ്. അവിടെ എന്താ പറ്റി? അവിടെ സിഗ്നലാന്ന് തോന്നുന്നു ഗേസ്. അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിയാറായിട്ടുണ്ട്. നമ്മൾ ട്രിപ്പ് ഏകദേശം ഉണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ട്രിപ്പ് എല്ലാവരും ഇറങ്ങടേ. സോ ഹലോ ഗേസ്, അപ്പോൾ നമ്മൾ അതാണ്ട് നമ്മളെ ചെകുത്താനെ നമ്മൾ കടറുണ്ട്. വേണ്ട, അവൻ ചെക്കൻ സീനായിട്ട് തന്നെ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഓട്ടം കഴിഞ്ഞ് വന്ന് കിടന്നേ ഉള്ളൂ. ഇപ്പോൾ ആരും ഇല്ല ഇതിനകത്ത്. അതിനകത്ത് കണ്ടുകൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ടാറ്റാ ബൈ ബൈ.